2026 നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന വർഷമാണ്. ജന്മരാശിയിൽ ശനി നിൽക്കുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഒരു വശത്ത് 7 ശനി നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ മറുവശത്ത് ജൂൺ മാസം മുതൽ ഉച്ചവ്യാഴം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ വരുന്നുണ്ട്. വർഷം തുടങ്ങുമ്പോൾ ജന്മശനി ആരോഗ്യത്തെ ബാധിക്കുമോ എന്നും ഈ വർഷം വിദേശത്ത് പോകാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ എപ്പോഴും ടെൻഷൻ, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടും. ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, കാര്യതടസ്സങ്ങൾ എന്നിവ ഉണ്ടാകും. ജൂൺ 2 വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ മീനക്കൂറുകാരുടെ ദോഷഫലങ്ങളെല്ലാം മാറുന്നതാണ്. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. വ്യാഴം ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ ലഭിക്കും. മനസ്സ് ശാന്തമാകും. ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് 2026 ആദ്യ പകുതി വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ജന്മശനി നിങ്ങളുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും കുറയ്ക്കും. ജൂൺ മാസം വ്യാഴം 5ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് 6ലെ കേതു ഗുണകരമാണ്. പക്ഷേ ജന്മശനി ഉള്ളതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാതെ വിജയം നേടാൻ സാധിക്കുകയില്ല. ജോലിയിലുള്ളവർക്ക് 2026 ആദ്യ പകുതി ഒരു പരീക്ഷണകാലമാണ്. ജന്മശനി കാരണം ജോലിയിൽ മടുപ്പ് തോന്നും. ഈ ജോലി മതിയാക്കിയാലോ എന്ന് പലവട്ടം ചിന്തിക്കും. മേലുദ്യോഗസ്ഥർക്ക് നിങ്ങളോട് അതൃപ്തി തോന്നും. പക്ഷേ ജോലി രാജിവെക്കരുത്. കാരണം ജൂൺ 2 ഉച്ചവ്യാഴം വരുന്നതോടെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. സാമ്പത്തികപരമായി നോക്കിയാൽ വർഷത്തുടക്കത്തിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്ന അവസ്ഥയായിരിക്കും. എന്നാൽ ജൂൺ 2 ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും. ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഇനി പ്രണയം, കുടുംബം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ജൂൺ 2 ശേഷം പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കും. ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2026 അതീവ ശ്രദ്ധ വേണം. കാരണം ജന്മശനി ശരീരത്തെയും മനസ്സിനെയും തളർത്തും. വിട്ടുമാറാത്ത ക്ഷീണം, തലവേദന, കാലുവേദന, വാതസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകും. ഈ കാലയളവിൽ മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലമാക്കുന്നത് ഗുണം ചെയ്യും. മൊത്തത്തിൽ നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് ഇത് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ്. ജന്മശനി തരുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ജൂൺ മുതൽ ഉച്ചവ്യാഴം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.